നിവിൻ പറയാണ് ഞാനൊരു പരാജയമായി പോയല്ലോ, എനിക്കതാണിപ്പോൾ തോന്നുന്നത്. പണപ്പട്ടിക എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അക്ബർ പറയുന്നത്, നീ അതൊന്നും കാര്യമാക്കണ്ടടാ, ഫൈനൽ 5 വരെ നിൽക്കാൻ പറ്റുമല്ലോ. ഇറങ്ങുമ്പം കയ്യിൽ ഒന്നുമില്ലല്ലോ, കാശില്ലല്ലോ ഒന്നും. ഫൈനൽ 5 വരെ നിൽക്കാം, അത്രേ ഉള്ളൂ. അതാണ് എനിക്കിപ്പോൾ ആലോചിക്കുന്നത്. അതൊന്നും നീ ചിന്തിക്കാതെടാ, അങ്ങനൊന്നുമില്ല. നീ നന്നായിട്ട് കളിക്ക്. ഇവിടുന്ന് ഇറങ്ങിയാലും നിനക്ക് അതെല്ലാ കാര്യങ്ങളും നടക്കും. നീ ഉദ്ദേശിക്കുന്നതിനേക്കാളും 10 മടങ്ങ് ഉയർന്നിട്ടേ നീ നിൽക്കത്തുള്ളൂ, എനിക്ക് ഉറപ്പാണെന്നൊക്കെ പറയുന്ന അക്ബർ സമാധാനിപ്പിക്കുന്നു. നീ അതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ടടാ, നിനക്ക് പൈസ എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നെന്ന് അക്ബർ ചോദിക്കുന്നു. ആ ഉണ്ടായിരുന്നെന്ന് നിവിൻ. അപ്പോൾ അക്ബർ പറയുന്നു, ഞാനൊരു കാര്യം പറയട്ടെ, നിനക്ക് പൈസ എടുക്കാൻ പറ്റിയില്ല, ഫൈനൽ 5ലും എത്തിയില്ല, എന്നാലും പുറത്തിറങ്ങിയാൽ നിനക്കൊരു ലൈഫ് ഇട്ടടാ. നിനക്ക് സമ്പാദിച്ചുണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇതൊക്കെ. ഇതൊന്നും ഒരു പ്രശ്നമുള്ള കേസല്ലടാ. എൻ്റെ തന്നെ നോക്ക്, ഞാനൊരു 3-4 വട്ടം എൻ്റെ വീടിൻ്റെ ജപ്തി ഫേസ് ചെയ്തതാണ്, കണ്ണ് മുമ്പിൽ വെച്ച്. ഞാനൊക്കെ പോയ വഴിയുണ്ടല്ലോ, അതൊക്കെ ആലോചിച്ചാലുണ്ടല്ലോ ഭ്രാന്താവും. അതിലൊക്കെ പടച്ചവൻ നമുക്കൊരു വഴി കാണിച്ചു തരുവാടാ. ഞാൻ ഉദ്ദേശിക്കുന്നത് നീയൊക്കെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് മിനിമം ഒരു 50 മടങ്ങ് നീ ഉദ്ദേശിക്കുന്നതിനേക്കാളും മേലെ വരാൻ പറ്റും. മനസ്സിലായോ? കൂടുതൽ ആലോചിക്കണ്ട. എപ്പോഴും കേട്ടതിനൊരു ഇറക്കമുണ്ട്, അതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അതാടാ ലൈഫ് എന്ന് പറയുന്നത്. നിവിനൊന്നും മിണ്ടാതെ ഇങ്ങനെ കേട്ട് കിടക്കുകയാണ്. അപ്പോൾ അക്ബർ എന്തായെന്നറിയാമോ, നിവിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നു. നിനക്ക് നീ ഇവിടെ ഞാനൂടെ ഉള്ളൂ കേട്ടോ. അക്ബർ ചിരിച്ചുകൊണ്ട് പറയാണ്, നീ മറക്കണ്ട, എനിക്കൊരു പരിധി വരെ നീയും. മനസ്സിലായോ? കുറച്ച് നേരം കൂടെ അക്ബർ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് ബിഗ് ബോസ് വിളിച്ച് പറയുകയാണ് അവരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ ക്യാപ്റ്റനോട് പറയുന്നത്. അങ്ങനെ ക്യാപ്റ്റൻ നൂറ ജയിലിൻ്റെ ഗേറ്റ് തുറന്നു കൊടുക്കാനായിട്ട് വരുന്നുണ്ട്. അനുമോളും കൂടെ ഉണ്ട്. രാത്രിയാണ്, അപ്പം അനുമോൾ കൂടെ വരുന്നുണ്ട്. അവർ രണ്ടുപേരുടെ വന്ന് ഇത് ജയിൽ തുറന്നു കൊടുക്കുമ്പം അക്ബർ പറയുകയല്ല, ഞാൻ വരുന്നില്ലെന്ന് പറയുന്നത്. അക്ബർ വരാൻ മടിക്കുന്നു. നല്ല ഉണ്ടായിരുന്നു ഇവിടെ കിടന്നിട്ട്, ഇപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ, എന്ത് പറ്റി പെട്ടെന്ന് നമ്മളെ പുറത്തു വിടുന്നതെന്നൊക്കെ പറയുന്നത്. എന്നിട്ട് അക്ബർ അവിടുന്ന് അവർ നിർബന്ധിച്ച് കൊണ്ടുവരുന്നു. അക്ബർ നേരെ വന്ന് ഷാനവാസിന് ഷേക്കാൻ കൊടുത്തിട്ട് പറയുന്നത്, ഈ ഷാനവാസിക്ക സോറി കേട്ടോ, ഞാനത് അങ്ങനെ തെറ്റിദ്ധരിച്ചതാ. പാല് മൂത്ത് വീണപ്പോൾ ഇക്ക ഡ്രാമ കാണിച്ചാണെന്നാണ് ഞാൻ വിചാരിച്ചത്. സോറി ഇക്ക, കുഴപ്പമില്ലടാ, കുഴപ്പമില്ലെന്ന് പറയുന്നു. എന്നിട്ടും അക്ബർ സോറി ഇക്ക എന്ന് പറയുമ്പോൾ പറയുന്നത്, ഇല്ലടാ സാരമില്ല, കുഴപ്പമില്ല എന്ന് ഷാനവാസിക്ക് പറയുന്നു. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.